അതിന് ഒരേ ഒരു പരിഹാരമുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നാളെ ഖബറിൽ നിന്ന് നമ്മളെ കൈപ്പിടിച്ച് നമ്മളെ സുവലോക സ്വർഗത്തിലേക്ക് കൊണ്ടാനയിക്കുന്ന ഒരു കടമ്പയുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നേരെ എക്സ്പ്രസ് ഹൈവേയിലൂടെ സ്വർഗത്തിലേക്ക് എത്താം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളത്. പറഞ്ഞുതരട്ടെ ഇൻഷാ അല്ലാഹ്. ജീവിതത്തിൽ ചെയ്യോ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ സദസ്സിന്റെ അവസാനം ഇൻഷാ അല്ലാഹ് അതിന്റെ ആദ്യപടി നമ്മൾ തുടങ്ങും. എന്നിട്ട് നല്ലൊരു ദുആ നടത്തിയിട്ട് നമ്മൾ പിരിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞുതരട്ടെ. മുയലെന്ന് വേഗം പറയുന്നത് ഒരുപാട് നേരം അതിൽ ചോദിക്കുന്നു. ഇൻഷാ അല്ലാഹ് അവസാനം പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ എനിക്കൊരു ഉപഹാരം തന്നു, നിങ്ങൾക്കായിട്ടൊരു ഉപഹാരം വരാൻ കരുതിയിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഉപഹാരം ഇതാണ്. അള്ളാന്റെ റസൂലിന്റെ ഹദീസ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാളെ പരലോകത്തേക്ക് എത്തിക്കുന്ന ഉപകാരമാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതുവഴി നാളെ നമുക്ക് പരലോകത്ത് കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വേണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ ദിവസവും നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്ന ഒരേ ഒരു കാലഘട്ടത്തിന്റെ മുന്നറിയിപ്പ് ഏതാ? ഒരേ ഒരു സങ്കേതത്തിന്റെ മുന്നറിയിപ്പ് ഏതാ? അതേകാന്ത കാരാഗ്രഹത്തിന്റെ ഒരേ ഒരു മുന്നറിയിപ്പാ. എല്ലാ ദിവസവും നമ്മളോട് ഖബർ വിളിച്ചു പറയുന്നതെന്താ? അനബൈത്തു ചെറുപ്പക്കാരാ ലാ തംശി ഫിൽ അർളി മറവാ. അഹങ്കാരത്തിന്റെ ഭാഗ്യസ്ഫോടനങ്ങൾ മനസ്സിലൂടെ ആവാഹിച്ചെടുത്ത് മറ്റുള്ളതിന്റെ മുമ്പിൽ കോവൽ പൊക്കിയിട്ട് നടക്കേണ്ട ചെറുപ്പക്കാരാ, സഹോദരാ, അഹങ്കാരത്തിന്റെ ജീവിതം നടത്തേണ്ട, അസൂയയോടെ ജീവിതം കടിച്ചു കൂട്ടേണ്ട. പൊന്നുപെങ്ങളെ രണ്ട് പവന്റെ മാല ലഭിക്കുമ്പോ അയൽവാസി പെണ്ണിന്റെ മുമ്പ് അതിനെ തൂക്കിയിട്ട് അസൂയയോടുകൂടി നടന്നു പോകേണ്ട. പാതിരാ പത്തും കുത്തിയ നേരത്തെ അസൂയയുടെ അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ മഹാവിസ്ഫോടനങ്ങൾ തീർക്കേണ്ട. കാരണം നാളെ നമ്മുടെ മുന്നിലേക്കുള്ള നമ്മളെ കാത്തിരിക്കുന്ന ഒരേ ഒരു വീട് ഏതാ? അത് ഖബറാണ്. ഈ ജീവിതത്തിൽ നമുക്ക് ആകെയുള്ളത് മാത്രമാ. ഏതാണ്ട് നമ്മൾ 60-60 വർഷക്കാലം ഇവിടെ ജീവിച്ച ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി ആസ്തിയുണ്ടെങ്കിലും ഇന്നലെ വരെ പാതിരാത്രിയുടെ നിശബ്ദതയിലെ പട്ടുവസ്ത്രത്തിൽ നമ്മൾ കിടന്നിറങ്ങിയാലും അതേപോലെ ഈ ജീവിതത്തിന്റെ എല്ലാ സൗകുമാരതയോട് നമ്മൾ കടന്നുപോയാൽ, എല്ലാവിധ സുഖലോലുപതയിലൂടെ നമ്മൾ കടന്നുപോയാൽ, 21ാം നൂറ്റാണ്ടിന്റെ പ്രകൃതിദത്ത ചൂട് നമ്മൾ അനുഭവിക്കുമ്പോ, സൂര്യാഘാതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ, കുല്ലാറു ജഹന്നമ അശദ്ദു ഖർറാ, നാളെ നരകത്തിന്റെ ഭയാനകരമായ ചൂടിനെ പോലും വെല്ലുന്ന, അതേ ചൂടിനെ പോലും പകരമക്കാവുന്ന രൂപത്തിലേക്കുള്ള ഏറ്റവും വലിയ താപം നമ്മൾ അനുഭവിക്കുമ്പോ എന്തേ കാരണമെന്താ? സഹോദരേ, അത് നമ്മുടെ അബദ്ധസഞ്ചാരമാണ്. കടുകപുത്തൂർ മകല്ലത്തിലേക്ക് വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ കടന്നു വരുമ്പോ ഏതാണ്ട് അവസാന സമയത്ത് ഇമാം ഖുതുബയുടെ അവസാനം ഇബാദല്ലാഹ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലില്ലാഹിൽ അക്ബർ ലസ്തഅല്ലാഹ് വല്ലാഹു യഅലമു മാ തസ്നഊൻ എന്ന് പറയുമ്പോ പള്ളിയിലേക്ക് കടന്നു വന്ന് ഉളു എടുത്ത് ഇമാമിന്റെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും നിന്ന് നിസ്കരിക്കേണ്ടതിന് പകരം ബംഗാളികളെ പോലെ മുർഷിദാബാദിൽ നിന്ന് കടന്നു വന്ന 1.4 മില്യൺ ബംഗാളികളെ പോലെ 1933 വരെ സമ്പൽ സമൃദ്ധിയുടെ സാഹോദര്യത്തിന്റെ സൗകുമാരതയിൽ ജീവിച്ച ഏറ്റവും വലിയ ഉഷരത്തിന്റെയും വക്താക്കളായിരുന്ന അതേ ബംഗാളി സമൂഹം രാഷ്ട്രീയത്തിന്റെ കിങ്കരന്മാരുടെ ചതിക്കുടിയിൽ അകപ്പെട്ട്
നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട്, ജീവിതം പോലും നഷ്ടപ്പെട്ട്, അങ്ങാടിപ്പുറത്ത് ഓവർ ബ്രിഡ്ജിനെ പോലെയുള്ള ഏറ്റവും വലിയ പാലത്തിന്റെ ചുവട്ടിലൊരു കുടുംബം പോലും ജീവിക്കുമ്പോ ആ കുടുംബത്തിന്റെ അത്താണിയായിട്ട് 18 വയസ്സുകാരൻ കടന്നു വരികയാ. കേരളത്തിലേക്ക് എന്തിനാ? ഒരു നേരത്തെ അന്നത്തിന്റെ വക കണ്ടെത്താൻ കാസർഗോഡ് ജില്ലയിൽ മണൽ വാരിയിട്ട് കോൺക്രീറ്റ് പണിയെടുക്കുന്നത് ഹാഫിദ് മുഹമ്മദ് മുൻസിഫ് എന്ന 19 വയസ്സുള്ള യുവ പണ്ഡിതനായ ചെറുപ്പക്കാരനാ. 19 വയസ്സുള്ള യുവ പണ്ഡിതനായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 6666 ആയത്തുകൾ പിടിച്ച 114 സൂറത്തുകൾ ഹൃദ്യസ്ഥമാക്കിയ 27,000-ഓളം വരുന്ന അക്ഷരങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ മനനം ചെയ്ത ദിൽഖാന്തർ നൂറുകെ പ്രഭാകര് എല്ലാം ആവാഹിച്ചെടുത്ത ഹാഫിദായ ചെറുപ്പക്കാരനാ. പൂടി വസ്ത്രം ധരിച്ചിട്ട് തലയിൽ പൂടി വാരിയിട്ട് കോൺക്രീറ്റ് പണിയെടുക്കുക. എന്റെ ഒരു നേരത്തെ അന്നത്തിന്റെ വക കണ്ടെത്താൻ, ഒരു നേരത്തെ പട്ടിണി അകറ്റാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, അവർക്ക് മാത്രമുള്ള സംസ്കാരമാ ആഴ്ചയിൽ ഒരു ജുമാ നമസ്കാരം. അതേപോലെയാ മലയാളിയും ആഴ്ചയിൽ ജുമാ നമസ്കാരത്തിന് വേണ്ടി മാത്രം പള്ളിയിലേക്ക് കടന്നു വരുമ്പോ തൊട്ടപ്പുറത്ത് ഉമ്മ കിടന്നിറങ്ങുന്നുണ്ട്. അതേ ഖബർസ്ഥാനിൽ തൊട്ടപ്പുറത്ത് വാപ്പ കിടന്നിറങ്ങുന്നുണ്ട്. ആ വാപ്പയുടെയും ഉമ്മായുടെയും ഖബറിനെ വിളിച്ചു പറയാനുള്ളത് എന്താ? ആ ഖബറിന്റെ ചാരത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ മാമരങ്ങൾക്ക് വിളിച്ചു പറയാറുള്ളതെന്താ? അതിന്റെ തൊട്ടപ്പുറത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഏറ്റവും ചെറിയ 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 ചെടികൾക്ക് പറയാറുള്ളതെന്താ? സഹോദരങ്ങള്, സഹോദരിമാര്, സഹോദരങ്ങള്, സഹോദരിമാര്, എടാ ചെറുപ്പക്കാരാ, അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ ബഹിസ്ഫുരണങ്ങളിലൂടെ നടന്നു പോകുമ്പോ സമയമില്ലാത്ത ലോകത്തിലൂടെ IT പ്രൊഫഷണാലിറ്റിയിലൂടെ ജോലി ലഭിച്ച് അങ്ങനെ കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ പോയിട്ട്, അല്ലെങ്കിൽ ഏതാണ്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ചാരുകസേലയിൽ നിന്ന് ലോകത്തിന്റെ IT മേഖലകളെ നിയന്ത്രിക്കുന്നതിന്റെ ഇടയിൽ നീ നിന്റെ സൗകുമാരതയുടെ 5 അക്ക ശമ്പളത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിന്റെ ഇടയിൽ അല്ലാഹുവിന് വേണ്ടിയുള്ള നമസ്കാരത്തിന് മറന്നു പോകുമ്പോ ആഴ്ചയിൽ ഒരു തവണ പോലെ കടന്നു വരാറുള്ള നിന്റെ മഹല്ലത്തിന്റെ ജുമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിലുള്ള ഖബറിനെ പറയാറുള്ളതെന്താ? أنا بيت الدود وأنا بيت البغشاء وأنا بيت الظلماء أنا بيت الدود أنا പുഴുക്കളുടെ ലോകമാ. പുഴുക്കളുടെ ലോകമാ, പാമ്പിന്റെ ലോകമാ, തേനിന്റെ ലോകമാ. ഒരുപാട് തേളുകൾ ഇങ്ങനെ പരസ്പരം ആക്രമിക്കാൻ വരുന്ന, എത്രയോ പാമ്പുകൾ നിലകൊള്ളുന്ന അതേ സർപ്പങ്ങളുടെ പുഴുക്കളുടെ ലോകമാ. ബൈത്തുൽ വഗ്ഷ, ഏകാന്തതയുടെ ലോകമാ, ഏകാന്തതയുടെ ലോകമാ. അതല്ലേ പേർഷ്യൻ കവി പാടുക, അതല്ലേ പേർഷ്യൻ കവി പാടുക. खामोश अफलाक तू गए खबर में, लेकिन खामोश अफलाक में तू गए खबर में, लेकिन मैं कैदी और पगनाए अफलाक नहीं है. യാത്രയുടെയും പാതിരാത്രിയുടെയും യാമങ്ങളുടെ കൂരാക്കൂരിട്ട് പോലെ ഖബറിന്റെ ഏറ്റവും വലിയ കൂരാക്കൂരിട്ട് നീ നിലകൊള്ളുമ്പോ, ഏറ്റവും വലിയ വൈനിഷത്തിന്റെ പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോകുമ്പോ, ചെറുപ്പക്കാരാ, വഴിയിൽ കിടക്കുന്ന മനുഷ്യന്റെ ചലനങ്ങൾ നിനക്ക് ഖബറിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയുമത്രേ. ഏറ്റവും വലിയ കാരാഗ്രഹത്തിന്റെ വീടാ, ഏകാന്തതയുടെ വീടാ. സഹോദരാ, സഹോദരാ, കിടന്ന് ചെന്ന് കിടക്കാനുള്ളത് ആരടി മണ്ണാ. ബ്യൂട്ടി പാർലറിൽ പോയ ശരീരത്തിന്റെ എല്ലാ വടിവത്ത ശരീരങ്ങളെയും തന്റെ മനോഹാരിതയുടെ തൃഷ്ണക്കണ്ണുകളുടെ ഉന്മൂല ആഭാസ ചിത്തമാക്കി നടന്ന ഉത്തരാധുനികയുടെ സഹോദരിമാരെ, ഈ ഭൂമുഖം കൊണ്ടുപോയി വെക്കാനുള്ള, ഈ ഭൂമുഖം കൊണ്ടുപോയി വെക്കാനുള്ള ഏതാണ്ട് 19 കിലോ ഫെയറുള്ളോല് വാങ്ങി തേച്ച് ആ പുരുഷായുസ് മുഴുവനും അതേപോലെ സ്ത്രീ ആയുസ് മുഴുവനും സൈൻ
വിനീതയുടെ ഏറ്റവും വലിയ വിശാല മനസ്കതയുടെ സൗന്ദര്യത്തിന്റെ സൗകുമാരതയുടെ മഹാവിപ്ലവത്തിന്റെ ലോകത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോ ശാല സൗന്ദര്യ പ്രദർശന മത്സരത്തിൽ സമ്മാനം മോഹിച്ച് അതേ ജീവിതത്തിന്റെ മായാമുദ്രകളെ മാറ്റി നടക്കുമ്പോ സഹോദരിമാര് നിസ്കേരണയാകാമെന്ന ആഗ്രഹത്തോടെ നടന്നു പോകുമ്പോ ഈ ഭൂമുഖം കൊണ്ടുപോയി വെക്കാനുള്ളത് ആറടി മണ്ണിലാ ഏതാണ്ട് 3 അടി പോലും വീതിയില്ലാത്ത ശരീരത്തെ കൊണ്ടുപോയി വെക്കുന്നത് ഏറ്റവും വലിയ ഇടുങ്ങി നിൽക്കുന്ന കബറിലാ. ആ കബറിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഭാര്യയില്ല, മക്കളില്ല, സന്താനങ്ങളില്ല, സന്തോഷമില്ല, വേദനാദിയാ, വ്യാകുലതയാ, വൈമിഷ്യമാ, വൈക്ലഭ്യമാ, വരയാണ്, ഗതയാണ്, സ്വതയാണ്, പരാധീനതയാണ്, പരിപട്ടമാണ്, പരിഭവമാ, പരിചേതനമാണ്, പരിവേദനമാ. ആ ദുനിയാവിന്റെ ഏറ്റവും വലിയ ലോകങ്ങളെന്ന് ഖബറെന്ന് പറയുന്ന കൂരിരുട്ടിന്റെ ലോകത്തിലേക്ക് കടന്നു പോകുമ്പോ ചെറുപ്പക്കാരാ, ഒരാൾ പോലും നിന്നെ തിരിഞ്ഞു നോക്കാനുണ്ടാകില്ല. മൂന്നാമതായിട്ട് ഖബർ പറയുന്നത് എന്താ? വാന ബൈത്തുൽ കൂരിരുട്ടിന്റെ കേകമാ. എവിടെ നോക്കിയാലും ഇരുട്ട് മാത്രമാ. അതുകൊണ്ട് പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഇരുട്ടിനെ കാണുമ്പോ ഖബറിനെ ഓർക്ക് ചെറുപ്പക്കാരാ. അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടണത്തിന്റെ ക്ലബിൽ പോയിട്ട് ഈ ജീവിതത്തിന്റെ സുഖങ്ങൾ മുഴുവൻ മറ്റുള്ളവന്റെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുത്ത് വെറും ഒരു വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും വാർത്താക്കളായി മാത്രം മാറുമ്പോ മഗ്‌രിബിയില്ല, ഇശായില്ല, ഒരു ചെറിയ ക്ലബും ഉണ്ടാക്കിയിട്ട് അതിന്റെ മധ്യഭാഗത്ത് ഒരു ക്യാരം ബോർഡും വെച്ച് അതിലൂടെ മുടിച്ച് കളിച്ച് സമയം കളയുന്ന ഉത്തരാധുനികതയുടെ മുസ്ലിം ചെറുപ്പക്കാരാ. പാതിരാത്രിയുടെ യാമങ്ങള് വിശാലമായി കിടക്കുന്ന ആധുനികതയുടെ സൗകുമാരതയുടെ ഏറ്റവും വലിയ തിയേറ്ററുകളിൽ പോയിട്ട് സിനിമ കാണാ. 2.5 മണിക്കൂർ സിനിമ കാണാൻ നിങ്ങൾക്ക് സമയമുണ്ട്. 10,000 പേജുകളുള്ള വിക്ടർ ഹ്യൂഗോയുടെ, സുഗതകുമാരിയുടെ, മലയാളത്തിന്റെ അങ്കുലീഭാവത്ത് മുഴുവനും ചലിപ്പിച്ച വിശാല മനസ്കതയുടെ ഏറ്റവും വലിയ എഴുത്തുകാർ എഴുതി വെച്ച വിശാലമായ നോവലുകൾ വായിക്കാൻ സമയമുണ്ട്. കാന്തരമാലയെ കാണാനും മൊയ്തീനെ കാണാനും ജീവിതത്തിന്റെ സുഖങ്ങൾ മുഴുവനും ആസ്വദിക്കാനും നിങ്ങൾക്ക് സമയമുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാൻ സമയമില്ല, അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ സമയമില്ല. ഒരു നേരത്തെ ചൂട് വരുമ്പോഴേക്കിന്, ഒരു നേരത്തെ ഉഷ്ണം വരുമ്പോഴേക്കിന്, വിയർപ്പിന്റെ കണികൾ വരുമ്പോഴേക്കിന് ഖുർആൻ എടുത്തു വെക്കുമ്പോ, അല്ലെങ്കിൽ മഗ്‌രിബ് നമസ്കാരത്തിന്റെ ബാങ്ക് കൊടുക്കുമ്പോ വീട്ടിന്റെ അകത്തളത്തിൽ പോയി മുസല്ല വിരിച്ച് നമസ്കരിക്കേണ്ടതിന് പകരം പടച്ച തമ്പുരാന്റെ മുമ്പിൽ കൈ ഉയർത്തിയിട്ട്, പടച്ചവര് മരിച്ചുപോയ പൊന്നുപ്പാക്കും വാപ്പാക്കും മുന്നുമാക്കും നീ പൊറുക്കണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക് അല്ലാഹുവേ സിഖത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, വളർന്നു വരുന്ന പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ എന്നൊക്കെ ദുആ ചെയ്യേണ്ടതിന് പകരം ഈ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ പണയം വെച്ച് സീരിയലിന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഉമ്മ, 6 മണി മുതൽ ഏതാണ്ട് 10 വരെ 11 വരെ അതിന്റെ ഇടയിൽ ഭക്ഷണത്തിന്റെ സമയം മറക്കില്ല. പരസ്യം വരുമ്പോ അടുക്കളയിൽ പോയിട്ടൊരു പാത്രത്തിൽ അല്പം ചോറും എടുത്ത് തൊട്ടിയിൽ കിടന്ന് കരയുന്ന കുഞ്ഞിനെ പോലും ഒരു നേരത്തേക്ക് എടുത്തു നോക്കി
കൊടുക്കില്ല. ആ ചെറിയ കുഞ്ഞുമോനെ പോലും പാല് കൊടുക്കില്ല. അത്ര പോലും കരുണയുടെ കാഠിന്യത്തിന്റെ മനസ്സുമായിട്ട് മലബാറിലെ പെങ്ങള് മാറുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇവിടെ മൊയ്തീൻ എന്ന മൊയ്തീൻ എന്ന 60 വയസ്സുള്ളവന് 70ന്റെ മേലെ വയസ്സുള്ള പൊന്നുമാനെ കടുത്തെടുത്തു കൊന്നതെങ്കിൽ പറഞ്ഞെങ്കിൽ ഏതാണ്ട് ഒന്നരാഴ്ചക്ക് മുമ്പാണ് നമ്മൾ പത്രത്തിൽ കാണുക. 1.5 ആഴ്ചക്ക് മുമ്പാണ് നമ്മൾ പത്രത്തിൽ കാണുക. 4 ലക്ഷം രൂപക്ക് തന്റെ ചെറിയ പൊന്നുമോനെ വിൽക്കുകയാണ് ഉമ്മ. 4 ലക്ഷം രൂപക്ക് തന്റെ പ്രിയപ്പെട്ട കൈക്കുഞ്ഞിനെ വിൽക്കുകയാണ് മറ്റൊരാൾക്ക്. എന്റെ നോക്കാൻ കഴിയില്ല, മറ്റുള്ളവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ കുഞ്ഞൊരു തടിയാ. അതുകൊണ്ട് തന്നെ 4 വയസ്സുള്ള ഏതാണ്ട് ജനിച്ചിട്ട് അല്പമാത്ര പ്രായമുള്ള പൊന്നുപോലെ 4 ലക്ഷം രൂപക്ക് പണയപ്പെടുത്തിയ ഉമ്മ, 4 ലക്ഷം രൂപക്ക് പണപ്പെടുത്തിയ ഉമ്മ. ആധുനികതയിൽ ആ ഉമ്മയും വാഴ്ത്തപ്പെടുത്തട്ടെ. കാരണം അതിനേക്കാൾ അപ്പുറത്ത് മറ്റൊരുമ്മയുണ്ട്. കോട്ടയം ജില്ലയിലെ 12 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ജനിച്ചു വീണത് പെൺകുഞ്ഞാണെന്നറിഞ്ഞപ്പോ അവളെ ബേക്കിലേക്ക് തള്ളിയിട്ട കോൺക്രീറ്റ് മുറ്റത്തേക്ക് തലയടിച്ചിട്ട് തെളിച്ചെറിഞ്ഞ ഒരേ പൊന്നമ്മമാര് ലോകത്ത് നിലകൊള്ളുമ്പോ 1975 ഉമ്മയുടെ സ്നേഹവും 2016 സൗകുമാരത്തെ ജീവിക്കുന്ന ഉമ്മയുടെ സ്നേഹം എടുത്തു നോക്കിയാ മക്കള് ഉമ്മായ കൊല്ലുക തന്നെ ചെയ്യും, മക്കള് പൊന്നുമായ കൊല്ലുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സഹോദരിമാര്, എല്ലാ സീരിയലിന്റെ മുമ്പിലേക്ക് ഇട്ടെടുത്ത്, എല്ലാ സീരിയലിന്റെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്ത് വല്ലൈനാരി തസ്നിയാ പതിനാകുമാ. അതേ കണ്ണുകൾക്ക് നേത്രങ്ങൾക്ക് വ്യഭിചാരമുണ്ട്. വെറുമൊരു ആണും പെണ്ണും പരസ്പരം ചേരുമ്പോഴുണ്ടാകുന്ന ആ സംയോജനത്തിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറയുക. കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്, കാതുകൾക്ക് വ്യഭിചാരമുണ്ട്, കൈകൾക്ക് വ്യഭിചാരമുണ്ട്, കാലുകൾക്ക് വ്യഭിചാരമുണ്ട്. വല്ലൈനാനി തസ്നിയാ, കണ്ണിന് വ്യഭിചാരമുണ്ടെന്താ? കണ്ണിന്റെ വ്യഭിചാരമെന്താ? അത് കാഴ്ചയാണ്, കാഴ്ചയാ. പാതിരാത്രിയുടെ നിശബ്ദതയെ തന്നെയും കാത്തു നിൽക്കുന്ന പൊന്നുഭാര്യ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആകെ കെട്ടുകൾ പാതിരാത്രിയിലാ എന്റെ വയറ്റിൽ കത്തിയാളുന്ന വിശപ്പിനെ പോലും വകവെക്കാതെ വീട്ടിലേക്ക് കടന്നു വരുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും കാത്തിരിക്കുന്ന പൊന്നുഭാര്യ. ഉമ്മറവാതിലിൽ എല്ലാവരും ലയിച്ചണച്ച് കിടന്നാലും ഉമ്മറവാതിലിൽ തന്നെയും കാത്തിരിക്കുന്ന ഭാര്യ. ആ ഭാര്യയെ പോലും എന്റെ പ്രിയ ഒടിഞ്ഞു തള്ളി അവളെ സൈബർ വിധവയാക്കി പാതിരാത്രിയുടെ നിശബ്ദതയിൽ 12 മണിക്ക് പോലും തന്റെ ഓഫീസിലിരുന്ന് അല്ല 5 നക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ പോയി തന്റെ സഹോദരന്മാരുടെ കൂടെ ചിയേസടിച്ച് ബ്രാൻഡ് കടിക്കുമ്പോ ബിസ്കി കടിക്കുമ്പോ അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സഹോദരിമാര് സ്റ്റാർ ഹോട്ടലിന്റെ 5 നക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ പോയി അവനവന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിലെടുത്ത് www.com ചൂട വിഭവങ്ങൾ ആസ്വദിക്കുമ്പോ ലോകരാജ്യങ്ങളുടെ പല ഭാഗത്തുള്ള പല പെണ്ണുമായിട്ട് ആസ്വാദനത്തിന്റെ ശബനേന്ദ്രിയത്തിന്റെ സംഭാഷണങ്ങൾ നടത്തുമ്പോ അവരുടെ പച്ചയായ ശരീരം മൊബൈൽ ഫോണിലൂടെ കാണാൻ സാധിക്കുമ്പോ വീട്ടിൽ കിടക്കുന്ന ഹലാലായ മാർഗത്തിലൂടെ വിവാഹം കഴിച്ച പൊന്നുമാരെ സൈബർ വിജയാക്കി ലോകത്തിന്റെ മുമ്പിലേക്ക് അവളെ പച്ചയായ വഞ്ചനയിലൂടെ കൊണ്ടു നടക്കുന്ന പ്രിയപ്പെട്ട എത്രയോ ഭർത്താക്കന്മാർ ലോകത്തെ കാണാ. പാതിരാത്രിയുടെ നിശബ്ദതയിലും അതേപോലെ ചുട്ടുകൊള്ളുന്ന സൈതകത്തിട്ട് എന്നാണ് പ്രവാസ ലോകത്തിന്റെ ചൂട് മലയാളക്കര അനുഭവിക്കാൻ തുടങ്ങുക. എന്നാ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ പ്രവാസികൾ അവിടെ കഷ്ടപ്പെടുകയാ. പാതിരാത്രിയുടെ നിശബ്ദതയും അതേപോലെ പട്ടാപ്പകലും സൂര്യന്റെ അതികഠിനമായ ചൂടനുഭവിച്ചും അതേപോലെ അതിശൈത്യം അനുഭവിച്ചുകൊണ്ടും ഒരു നേരത്തെ പട്ടിണിയാകറ്റാ ഇംഗ്ലീഷ് മീഡിയയിൽ പത്രാസുകൂടെ കൂടി പഠിക്കുന്നതിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മാസത്തിൽ 25,000 രൂപ ഫീസ് അടക്കണം. അതേപോലെ ഭാര്യയ്ക്ക് സാമഗ്രികൾ വാങ്ങി തീർക്കാൻ 50,000 വേണം. എല്ലാം അയച്ചു കൊടുക്കാൻ ഒരു നേരത്തെ പട്ടിണിയകറ്റാൻ വേണ്ടി കഷ്ടപ്പാടിന്റെ ജീവിതം നടത്തുമ്പോ ആ
കഷ്ടപ്പാടിന്റെ ജീവിതത്തിന്റെ ഇടയിൽ അവനെ സമാധാനിപ്പിക്കേണ്ടവന്റെ പൊന്നുഭാര്യ പാതിരാത്രിയുടെ നിശബ്ദതയിൽ പുറംഭാഗത്തുള്ള കതക് തുറന്നു കൊടുത്ത് അതിരാവിലെ വീട്ടിലേക്ക് പത്രമിടാൻ വരുന്നവരെ പാതിരാത്രി തന്റെ കൂടെ കിടത്തിറക്കി വിദേശ ലോകത്ത് കഷ്ടപ്പെടുന്ന തന്റെ പ്രിയപ്പെട്ട പൊന്നു ഭർത്താവിനെ കബളിപ്പിക്കുമ്പോ എല്ലാം എന്തേ ഒത്തിനാകുമാന്നവർ അന്യപുരുഷന്റെ മാറിടത്തിലേക്ക് നോക്കുക, അന്യ പെണ്ണിലേക്ക് നോക്കുക, അവൾ ആഗ്രഹത്തിന്റെ കണ്ണോട് നോക്കുക. ഹറാമാണ്, അത് പച്ചയായ വ്യഭിചാരമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, അല്ലാഹുവേ കാക്കണേ അല്ലാ, അല്ലാഹുവേ കാക്കണേ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഈ ജീവിതത്തെ നീ മനസ്സിലാക്ക്, ഈ ജീവിതത്തെ മനസ്സിലാക്ക്. അതിരാവിലെ നിനക്ക് സഞ്ചരിക്കാനുള്ളതെന്നും ഇന്നോവ കാറാണുള്ളെങ്കിൽ ഒരു ദിവസം നിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ വരുന്ന ഒരേ ഒരു അതിഥിയുണ്ട്. അതേതാ അതിഥിയാരാ? അത് മലക്കുൽ മൗത്ത് അസ്റായീൽ. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്നെ ഖബറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ 1-2 ദിവസത്തെ ദുനിയാവിന്റെ ലോകം അവസാനിപ്പിച്ച് ഏറ്റവും വലിയ വിശാലമായ എന്നെ തീർക്കാൻ കഴിയാത്ത കൊല്ലങ്ങളുടെ ലോകമായ നിന്നെ പരലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ദുനിയാക്കേ മുസാഫിർ മന്ദിൽ തെരീ ഖബർ തേക്കർ രഹാ जो 2 दिन का सफर दुनिया के मुसाफिरो बड़ी यात्रकारा, ओ बड़ी यात्रकारा, मंजिल तेरी ഖബർ നിന്റെ യഥാർത്ഥമായ കൊന്നറേതാ, നിന്റെ യഥാർത്ഥ സങ്കേതമേതാ? അത് ഖബറാണ്, ഖബറാണ്, ഖബറാ. തേക്കർ രഹാഗജോ 2 दिन का സഫർ 1-2 ദിവസം കഴിഞ്ഞാ നിനക്ക് പോകാനുള്ളത് ആരളി മണ്ണിലേക്കാ. അമ്മിനിക്കാട് ദാറുസ്സലാം വീട്ടിന്റെ മുമ്പിലേക്കും ഒരു ദിവസം കടന്നു വരാനുണ്ട്. അതേ 4 കാലുള്ള കട്ടിലാണത്, 4 കാലുള്ള കട്ടിലാണത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഖബറിടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കുഞ്ചി കുഞ്ചി നടന്നിടും 4 കാല്, കൊഞ്ചം വിട്ടാൽ 2 കാല്, ആടിയാടി നടന്നിടും 3 കാല്, ആട്ടം വിട്ടാൽ 6 കാല്. കുഞ്ചി നടക്കുന്ന ഉമ്മയുടെ മാറിടത്തിൽ കിന്നാരം പറഞ്ഞിരിക്കുമ്പോ നീ സഞ്ചരിക്കുക 4 കാലിന് മുട്ടുകുത്തിയിട്ടാ. കൊഞ്ചം വിട്ടാൽ നീ 2 കാലിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. ആടി ആടി നടന്നിരുന്ന പ്രായം വരാറുണ്ട്. അതേതാ 10-40 കഴിയുമ്പോ ഒരു വടിയുടെ സഹായമില്ലാതെ നടക്കാൻ കഴിയില്ല. അതേ ആടി 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 നടന്നിടും 3 കാല്. ആട്ടമിട്ടാൽ ഇൻഷാ അല്ലാഹ് 6 കാലിലാണ് നീ കടന്നു പോവുക, 6 കാലിലാണ് നീ കടന്നു പോവുക. അല്ലാഹുവേ കാക്കണേ തമ്പുരാനെ, പടച്ചവരെ ധന്യമാക്കണേ അല്ലാ. എല്ലാവരുടെ വീട്ടിലേക്കും ക്ഷണിക്കാതെ വരുന്ന ഒരേ ഒരു അതിഥിയാരാ? അത് മലക്കുൽ മൗത്ത് അസ്റായീല, അത് മലക്കുൽ മൗത്ത് അസ്റായീല. സഹോദരങ്ങളെ, സഹോദരിമാര്, സഹോദരങ്ങളെ, സഹോദരിമാര്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ കേൾക്കാൻ വേണ്ടി മാത്രം കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട നല്ലവരായ സഹോദരന്മാരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഏറ്റവും നല്ല ജീവിതത്തിന്റെ കെട്ടുറപ്പിന് പറയുകയാ. അല്ലാതെ കറുകപുത്തൂരിന്റെ മണ്ണിലേക്ക്, അല്ലാതെ കറുകപുത്തൂരിന്റെ മുന്നിലേക്ക്, ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയുടെ ഹദറത്തിലേക്ക് ജൂനിയർ കബീർ ബാക്കബി എന്ന അപരനാമത്തിൽ ഒരാൾ കടന്നു വരുന്നുണ്ടെന്ന് പറയുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ശൈലി എങ്ങനെയാ, വാക്ചാരിതി എങ്ങനെയാ, വാക്കോടാപം എങ്ങനെയാ, സ്ഫുടത എങ്ങനെയാ, എത്രത്തോളമാണ് അനുകരിക്കുക, നടത്തുമെങ്ങനെയാ, ഇരുത്തുമെങ്ങനെയാ, ഇതൊക്കെ ഐഡിയാസാർത്ഥങ്ങളിൽ മാർക്കിടുന്നത് പോലെ പട്ടറുമാർ
എക്സാമിന് മാർക്കിടുന്നത് പോലെ ശൈലിക്ക് 10-1, വാക്സ്ഫോർഡൊക്കെ 10-1 ഇങ്ങനെ മാർക്കിട്ട് പോകാനല്ല. അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാനെത്തിയ ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, ആദ്യമായിട്ട് ജീവിതത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി പറയുകയാ, ഹാസിബൂ ഖബല തുഹാസബൂ. പാതിരാത്രിയുടെ നിശബ്ദതയിൽ ശ്രവണേന്ദ്രിയത്തിലേക്ക് പാശ്ചാത്യ ലോകത്തിന്റെ സംഗീതത്തെ കടത്തിവിടുമ്പോ കൂരിട്ടുള്ള പാതിരാത്രിയിൽ കൂരിട്ടുള്ള ബെഡ്റൂമിൽ ഉണർന്നിരുന്നിട്ട് എന്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഓണാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കൂരിട്ടുള്ള പാതിരാത്രിയുടെ നിശബ്ദതയിൽ നീ തനിച്ചു കിടക്കുന്ന ബെഡ്റൂമിൽ കൂരിട്ടുള്ള മുറിയിൽ ഒന്ന് ഉണർന്നിരുന്നിട്ട് പാടി നോക്ക്. പരം പിരിച്ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചാത്ത് നാം കൊണ്ട് നാട്ടരെ കഥയുണ്ടെന്നല്ലോ നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ കബറന്ന ഭയങ്കര വീട്ടിലെ പരം പിരിച്ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചാത്ത് നാം കൊണ്ടോ നാട്ടരെ കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ ഖബറെന്ന ഭയങ്കര വീട്ടിലെ വീട്ടിലെ മത്ത പിരിഞ്ഞ് നമുക്ക് നാട്ടിലാരടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ മേലെ വരുന്നത് നേരെ കല്ലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രേ ചെയ്തിട്ടൊന്ന് ഓർത്തു നോക്ക്, പാടി നോക്ക്. നാളെ കിടക്കാനുള്ള ഖബറിനെ ഒന്ന് ഓർത്തു നോക്ക്. പള്ളിക്കാട്ടിലെ മണിയറയൊന്ന് ഓർത്തു നോക്ക്. സഹോദരി, ചെറുപ്പക്കാരെ, നാളെ സുബഹി നിസ്കരിച്ചിട്ടല്ലാതെ നിനക്ക് പ്രഭാതത്തെ പുലർത്താൻ കഴിയില്ല. നാളെ സുബഹി നിസ്കരിച്ചിട്ടല്ലാതെ നിനക്ക് പ്രഭാതത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല. എല്ലാ ഖബർസ്ഥാനിൽ കൂത്തിരഞ്ഞു നിൽക്കുന്ന എല്ലാ മരങ്ങളും നമ്മളെ വിളിച്ചോടി പറയുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. ഈ വിശുദ്ധമായ ഇസ്ലാമിന്റെ സദസ്സിൽ നിന്ന്, അല്ലാഹുവിന്റെ ഖബറിനെ കുറിച്ച് പറയുന്ന സദസ്സിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, യഥാർത്ഥമായ നീയത്തില്ലാതെ നിങ്ങൾ കടന്നു വന്നാൽ, കടന്നുപോയാൽ ഇവിടെയുള്ള ഖബർസ്ഥാനിന് ഓരോ മണ്ണിനും പറയാനുള്ളത്, ഓരോ മൺതരികൾക്കും പറയാനുള്ളത്, ഓരോ മീസാങ്കല്ലിനും പറയാനുള്ളത്. എടാ, ആത്മഹർഷബോധത്തിന്റെ അർപ്പണബോധമില്ലാതെ അഹങ്കാരത്തിന്റെ അസൂയയുടെ വാക്താവായി നീ കടന്നു പോകുമ്പോ അഹങ്കാരത്തോടെ നടക്കേണ്ട, അഹങ്കാരത്തോടെ നടക്കേണ്ട, മുഖം വിലക്കി നടക്കേണ്ട പെണ്ണേ, മുഖം വിലക്കി നടക്കേണ്ട പെണ്ണേ. വയലിന് വേണ്ടി കടന്നു വരുമ്പോ മാത്രം പർദ്ദയിടേണ്ട, വയലിന് വേണ്ടി മാത്രം കടന്നു വരുമ്പോ പർദ്ദയിടുക. അതിരാവിലെ പച്ച ചന്തയിലേക്ക്, മാർക്കറ്റിലേക്ക് പച്ചക്കറി വാങ്ങാൻ പോകിക്കുമ്പോ ലെഗിൻസ് ധരിച്ച്, ചുരിദാറും ധരിച്ച് ശരീരത്തിന്റെ ലാവണ്യത്തെ മുഴുവനും വെളിയിലേക്ക് കാണിച്ചു നടക്കുന്ന പെണ്ണ്, ഈ ഖബറിന് പറയാനുള്ളതെന്താ? ഇതേ ഖബറിന് പറയാനുള്ളതെന്താ? എടാ ചെറുപ്പക്കാരാ, നിന്നേക്കാ വലിയ തമ്മാടിയായിരുന്നു നിന്റെ പിതാവ്, നിന്നേക്കാളും വലിയ ഫാഷനായിരുന്നു നിന്റെ പ്രിയപ്പെട്ട മാതാവ്. അവരുടെയൊക്കെ തലച്ചോറിലൂടെ ആഴ്ന്നിറങ്ങിയ വേരാണ് എന്നിവിടെ ഉയർത്തി നിൽക്കുക. അവരുടെ തലച്ചോറിലേക്ക് ആഴ്ന്നിറങ്ങിയ വേര് കൊണ്ടാണ് ഞാനിവിടെ തലപൊക്കി നിൽക്കുന്നതെന്ന് ഓരോ ഖബർസ്ഥാനിലെ ചെടികൾക്കും പറയാനുണ്ടല്ലാതുവേ. കാക്കണേ അല്ലാ. ഒന്നുമില്ല സഹോദരങ്ങളെ, നാളെ കടന്നു പോകുമ്പോ കന്നക കദറഹൽ താനിൽ മവാലി വസാരത്തിക്കൽ ജനാദിലു വസഈദു. നിന്റെ എല്ലാ സമ്പാദ്യങ്ങളെയും തൊട്ട് നീ യാത്ര പോകുകയാ. ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് നിന്നെ പൊന്നുമോനെ നൽകിയിട്ട് പോകുകയാ. 1800 കോടി വരുന്ന ഏറ്റവും വലിയ മാർക്കറ്റ് പോലും നിന്റെ പൊന്നുമക്കൾക്ക് നീ തീരെഴുതി കൊടുത്തിട്ടാണ് നീ കടന്നു പോകുക.
എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചു കഴിഞ്ഞ് 3-ാം ദിവസം കഴിഞ്ഞാൽ യാസീനോദി തഹ്ലീലോദിയിട്ട് മക്കൾ അവരുടെ ഡ്യൂട്ടി കഴിക്കും. പിന്നീട് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജ്യേഷ്ഠനും അനുജനുമല്ലാത്ത തർക്കത്തിലാണ്, ഭൂമിയുടെ തർക്കത്തിലാണ്. നീ മരിച്ചു കഴിഞ്ഞ നിന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ തൊട്ട് നീ യാത്ര പോയാ ഇന്നാലിന്ന കരകവുത്തോരുന്ന മണ്ണിലേക്ക് നിന്നെ കൊണ്ടുപോയി വച്ചാ, പള്ളിപ്പടിയുടെ ഖബർസ്ഥാനിലേക്ക് നിന്നെ കൊണ്ടുപോയി വച്ചാ, വനാദാക്കൽ ഹബീബ് വലം തുജീബുഹു വഖുർബുക മിൻഹു ഫിദ്ദുനിയാ ബഈദു. അതിരാവിലെ വീട്ടുമുറ്റത്ത് വന്നടാ, കളിക്കാൻ പോവുകയല്ലേ എന്ന് പറഞ്ഞ് നിന്നെ കൂടെ കൂട്ടിയിരുന്ന പാതിരാത്രിയുടെ നിശബ്ദതയിലും ഏറ്റവും വലിയ സൗകുമാരതയുടെ വശമുന്തര സുഹൃത്തുക്കൾ നിനക്ക് സമ്മാനിച്ച, തൊട്ടപ്പുറത്തുള്ള അയൽവാസി പെണ്ണിയെ നിനക്ക് ഇണയാക്കി തന്ന, അവളെ നിന്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടി പ്രേരിപ്പിച്ച നിന്റെ പ്രിയപ്പെട്ട സഹോദരൻ നിന്നെ വന്ന് വിളിച്ചാൽ വലം തുജിബുകൂ, അവന് വേണ്ടി ഉത്തരം പറയാൻ, എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്ന് പറയാൻ നിനക്ക് കഴിയില്ല. ദുനിയാവിൽ നിന്ന് അവരോടുള്ള അടുപ്പം എത്രയോ വിദൂരതയാ, എത്രയോ വിദൂരതയാ. നീ അതിരാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ദാനിച്ച, മുമ്പിലും ബേക്കിലും ഒരു ഓടിയും അതിൽ കറുത്തവും അതേപോലെ വെളുത്ത തുണിയും ധരിച്ച ഒരുപാട് ഗുണ്ടകളെയും ഒപ്പം കൂട്ടിയിട്ട് ജംഗമ സ്ഥാപക വസ്തുക്കൾ മുഴുവനും സംരക്ഷിക്കാൻ വേണ്ടി വെറും പേപ്പറുകളിൽ ഒപ്പിടുമ്പോഴേക്കിന് സൈൻ ചെയ്യുമ്പോഴേക്കിന് കോടാന കോടികൾ തന്റെ അക്കൗണ്ടുകളിലേക്ക് ആവാഹിച്ചെടുക്കുന്ന ഏറ്റവും വലിയ ബിസിനസിന്റെ രാജകോടിയുടെ ബിങ്കരന്മാരായ നിങ്ങൾ അതിരസിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞ പോക്കറ്റിൽ കിടക്കുന്ന 100 രൂപ പോലും ആവിയായി പോകും. 3 തുണി കഫൻ തുണി വാങ്ങാൻ പോലും നിന്റെ സമ്പത്ത് നിനക്ക് ഉപകരിക്കില്ല. ഒരുപക്ഷേ എളാപ്പയുടെ പൈസയായിരിക്കും അത്. നീ നിന്റെ പേഴ്സിൽ കരുതി വെച്ചിരുന്ന സമ്പത്തെടുത്തിട്ടപ്പാരും 3 കഫൻ തുണി വാങ്ങില്ല. പൊന്നുമോനെ, 6 അടി മണ്ണിലേക്ക് പോകുമ്പോ കബറ് കുടിച്ചാൽ അതിനുള്ള പണം കൊടുക്കുക മക്കളാ. അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ്, അനുജനാണെങ്കിൽ പൊന്നുവാപ്പയാ. 3 കഫൻ മൂടി തുണി പോലും നിന്റേതായിട്ട് നിനക്കുണ്ടാകില്ല. 10,000 കോടി ഉണ്ടായിട്ട് കാര്യമില്ല, ഒന്നുപോലും നിനക്ക് ലഭിക്കില്ല. നിന്റെ രാജകൊട്ടാരം അത് മറ്റൊരാൾക്ക് വേണ്ടി എഴുതപ്പെടും. നിന്റെ രാജകൊട്ടാരം വേറൊരാൾക്ക് വേണ്ടി എഴുതപ്പെടും. നീ രാജകൊട്ടാരം പോലെ പ്രവാസ ലോകത്ത് നിന്ന് കഷ്ടപ്പെട്ട് ദാനിച്ച് നീരുറവയാക്കി ഉണ്ടാക്കിയ, ചുടുരക്തം മുഴുവനും നീരാക്കിയിട്ട് നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിന്റെ കൊട്ടാരം അത് മറ്റൊരാൾക്ക് വേണ്ടി കടന്നു പോകും. ഇന്നലെ വരെ നീ സുജൂദിലേക്ക് തല കൊണ്ടുപോയി വെച്ചപ്പോ ആ തലയിൽ കയറിയിട്ട് ഓട്ടോറിക്ഷ വിട്ടിരുന്ന 2 വയസ്സുള്ള പൊന്നുമോനെ യതീമായി പോകും. നിന്റെ ചെറിയ ചെറിയ പൊന്നുമക്കൾ അവര് യതീമായി പോകും. എന്റെ മണവാട്ടിയെ, നിന്റെ ഭാര്യയെ ഒരു പുതിയ ഭർത്താവ് കടന്നു വന്ന് പെട്ടിപ്പിടിക്കുമത്രേ. ചെറുപ്പക്കാരാ, ഇനി എന്താ നിനക്കുള്ളത്? നീ ജീവിതത്തിൽ എപ്പോഴും കൂടെയുണ്ടാകുമെന്ന് കരുതിയിരുന്ന, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ പ്രിയപ്പെട്ട പൊന്നുഭാര്യ അവളെ മറ്റൊരുത്തന് വേണ്ടി കല്യാണം കഴിച്ചു പറഞ്ഞേക്കും, മറ്റൊരുത്തന് വേണ്ടി അവളെ കുറഞ്ഞേക്കും, മറ്റൊരു വരന്റെ വീട്ടിലേക്ക് അവളെ പറഞ്ഞേക്കും. എല്ലാ കഴിയുമ്പോഴേക്കിന് വാക്ക് പറമിൻകു അന്നകലസ്തതിരി, അതിനേക്കാ വലിയതേതാ?
അതിനേക്കാ വലിയതേതാ? വാക്ബറ മിൻഹു അന്നക ലസ്ത തദ്രി, അതിനേക്കാ വലിയതേതാ? അന്നക ലം തദ്രി, സഹോദരാ നിനക്ക് പറയാൻ കഴിയില്ല, ചെറുപ്പക്കാരാ നിനക്ക് പറയാൻ കഴിയില്ല. ശഖീയുൻ അൻത വൈഹക അം സഈദ്, നീ പരാജിതനാണോ അതോ വിജയിയാണോ? അവിടെയാണ് ഏറ്റവും വലിയ പരാജയം. അല്ലാഹുവേ കാക്കണേ അല്ലാ, അല്ലാഹുവേ കാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നാളെ നമ്മുടെ മുമ്പിൽ ഖബറാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ നിങ്ങൾ ഏത് യാത്ര നടത്തിയാലും എല്ലാ സുഖത്തിന്റെയും സൗകുമാരതയുടെയും വശങ്ങളിലൂടെ ജീവിതം കഴിച്ചു കൂട്ടിയാലും ചെറുപ്പക്കാരാ, ഖബറാണ് നമ്മൾ കാത്തിരിക്കുക. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. मरकद का शबिस्तानी भी ये आराज न आया, आराम कलंदर को न खाक न आया, ആറാം കലണ്ടർക്കോ നഖാക്കന ആയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാക്കുമാറാകട്ടെ. A dervish cannot be feel that he leapt to the mount of cold and dust. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ധകാര നിബിഡമായ ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, അന്ധകാര നിബിഡമായ ഖബറിൽ ഒരു മനുഷ്യൻ കിടക്കുമ്പോ അവൻ ദുനിയാവിൽ പാതിരാത്രിയിൽ മുഴുവനും അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നമസ്കരിച്ചവനാണ്, അല്ലാഹുവിന് വേണ്ടി നോമ്പെടുത്തവനാണ്, അല്ലാഹുവിന് വേണ്ടി സദാസമയം ഇബാദത്ത് എടുക്കുന്നവന് ഇംഗ്ലീഷിൽ ഡെർവിഷ് എന്നാണ് പറയുക, ഡെർവിഷ് എന്നാണ് പറയുക. സദാസമയം അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുത്ത് ജീവിതം കഴിച്ചു കൂട്ടുന്നവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് പോലും നാളെ ഖബറിടത്തിൽ പോയാൽ, ആറാം കലണ്ടർ കൊത്തോ നഖാക്ക് നഹിയായ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്രമം വേണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ തീരുമാനം വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു ദുആ നടത്തിയിട്ട് പിരിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വേണ്ടേ ഈ സദസ്സ് അവസാനിപ്പിച്ച് അടുത്തൊരു സദസ്സ് വരെയെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞുപോയിട്ട് നമ്മുടെ ഉമ്മറവാതിലിലേക്ക് വലത്തെ കാലെടുത്ത് വെച്ച് നമ്മൾ കയറുമ്പോൾ, ബിസ്മില്ലി നമ്മൾ കയറുമ്പോൾ, ഇൻഷാ അല്ലാഹ് ഈ മനസ്സ് മുഴുവനും പാപങ്ങളിൽ നിന്ന് മുക്തമായ ഹൃദയമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വേണ്ടേ ഇൻഷാ അല്ലാഹ് അതാണ് നമ്മുടെ സദസ്സിന്റെ ഏറ്റവും വലിയ വിജയം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദാബ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ്. പാപപങ്കില ജഗവാഹനമിൽ ഏറി സവാരി നടത്തിനാൻ പാവന പറുദീസയേകണമേ എന്നബി ധന്യവാൻ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. വറക്കത്തില്ലേ നാളെ പരലോകത്തേക്കുള്ള പാതായമാ. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാഹ്, പരലോകത്ത് ഞങ്ങളെ രക്ഷിക്കണേ തമ്പുരാനെ. നാളെ നമ്മുടെ വീടിന്റെ മുമ്പിലേക്കെല്ലാം കടന്നു വരാനുള്ള ഒരേ ഒരു വാഹനമേതാ? എത്ര കൊതിച്ചാലും ഇൻഷുറൻസ് ഇല്ലാത്ത ഒരേ ഒരു വാഹനം നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് കടന്നു വരാറുണ്ട്. ആ വാഹനത്തിന് ചക്രങ്ങളില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വാഹനത്തിലേക്കുള്ള ടിക്കറ്റുമായി നമ്മിലേക്ക് എത്തുക ക്ഷണിക്കാതെ കടന്നു വരുന്നൊരു അതിഥിയാ. അതാരാ?
മലക്കുൽ മൗത്ത് അസ്റായീൽ. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് നമ്മളെ റൂഹ് പിടിച്ചു കൊണ്ടുപോകും. നാളെ അമ്മിനിക്കാടിന്റെ വീടിന്റെ മുമ്പിലേക്കും കടന്നു വരും. അതേപോലെ എത്രയോ ആളുകൾ തെരിച്ചുകൂടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ വീട്ടുമുറ്റത്തിനാ മരിച്ചു കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും അവർ കിടന്ന് കരയുന്നുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട അനുചരന്മാരവർ ഖുർആൻ ഓതുന്നുണ്ടാകും. അമ്മായിമാരതേപോലെ എളാമമാരൊക്കെ അവിടെ എല്ലാം വിഷമത്തിന്റെ ഏറ്റവും വലിയ ഘട്ടത്തിലായിരിക്കും. ഒരുപാട് ആളുകൾ അവര് കടന്നു വരും. ഒരുപാട് ആളുകൾ അവര് കടന്നു വരും. അതിന് നമ്മളെ പരിഹസിക്കുന്നവരുണ്ടാകാം, അതിന് നമ്മൾ സ്നേഹിക്കുന്നവരുണ്ടാകാം, അതിന് നമ്മളെ കബളിപ്പിച്ചവരുണ്ടാകാം, അതിന് നമ്മൾ വഞ്ചിച്ചവരുണ്ടാകാം. അവസാനത്തെ നോക്ക് കാണണമെന്ന ആഗ്രഹത്തോടെ കുടുംബക്കാര് വീട്ടുകാര് കടന്നു വരും. എല്ലാവരും വേറെ വിഷമിച്ചിരിക്കും. വിശാലമായ വീടാണെങ്കിലും നമ്മുടെ മയ്യത്ത് പോലും വീട്ടിന്റെ അകത്തളത്തിലേക്ക് കേട്ടില്ല. പുറത്തൊരു ദാർപ്പായ വിരിച്ചതിലൊരു അതിന്റെ സെന്ററിൽ കട്ടില് വിരിച്ച് ആ കട്ടിലാണ് നമ്മളെ കിടത്തുക. എന്റെ മയ്യത്തിനെ അകത്തേക്ക് കയറ്റാൻ പൊന്നുമക്കൾക്കല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മടിയായി പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജനാസ കാണാൻ മുറ്റത്തൊരു നീല ദാർപ്പായും കെട്ടിയിട്ട് നമ്മുടെ പൊന്നുമക്കൾ അവര് നമ്മളെ കെടുത്തും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം എല്ലാവരും കടന്നു കരയുമ്പോ, ഉമ്മയും വാപ്പയും കരയുമ്പോ, മക്കള് കരയുമ്പോ, ഭാര്യ വിഷമിച്ച് കരയുമ്പോ ഒരാള് പോലും തിരിഞ്ഞു നോക്കാനില്ല. മൂക്കിൽ പഞ്ഞി വെച്ച് തലയിൽ കെട്ടും വിട്ട് 3 കഫമുടയും നമ്മളെ പൊതിഞ്ഞ് കുളിപ്പിച്ച് കിടത്തി അവസാനത്തെ നോട്ടം കണ്ട് യാത്രയാകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 ആളുകൾ വന്ന് തോളിലേക്കിട്ട് നമ്മളെ കൊണ്ടുപോകുമല്ലോ ഖബർസ്ഥാനിലേക്ക്. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് വേണ്ടി വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ എഴുതിവിടാനും അതേപോലെ പ്രചരണം നടത്താനും ഒരുപാട് ആളുകൾ ഉണ്ടാകും. എന്നാ നാളെ നമ്മൾ മരിച്ച് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി വെച്ച ആഴ്ചയിൽ പോലും നമ്മളെ മക്കളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അതായി. ആഴ്ചയിലെങ്കിലും നമ്മളെ മക്കളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അതായി. അല്ലാതെ നമ്മളെ തിരിഞ്ഞു നോക്കാൻ മറ്റാരും ഉണ്ടാകില്ല. കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ പള്ളിയിലെ മുദരിസിന് ഒരു 40 ദിവസത്തെ ഊത്തിന് വേണ്ടിയിട്ട് മുദരിസുമാരെ ഏൽപ്പിച്ചെങ്കിൽ അത് മതി. മരിച്ചതിന്റെ പേരിൽ മറ്റുള്ളവന്റെ പേരിൽ പേരെടുക്കാൻ 40 ദിവസം അതേപോലെ മൗലിദോതും. അല്ലാതെ വാപ്പയോടുള്ള സ്നേഹം കൊണ്ടല്ല. അങ്ങനെ വാപ്പായുടെ 3 വന്നാൽ, അല്ലെങ്കിൽ ഉമ്മായുടെ 3 വന്നാൽ, 7 വന്നാൽ, 40 വന്നാൽ ഒരു കല്യാണം പോലെ നമ്മളതിനെ കൊണ്ടാടും. ഒരു കല്യാണം പോലെ നമ്മളതിനെ കൊണ്ടാടും. പൊന്നുമക്കളാരും മൗലിദ് പാരായണം ചെയ്യൂല. പൊന്നുമക്കളാരും യാസീനോദൂല. അവര് പോറ്റിറച്ചി എന്തായി വന്ന അതിഥികൾക്കുള്ള ഭക്ഷണത്തിന്റെ തയ്യാറെടുപ്പിന്റെ തിരക്കിലാ. തന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പ മരിച്ചു കിടന്നിട്ട്, മരിച്ചു പോയിട്ട് കബറിലൊട്ടിയിട്ട് അവസാനത്തെ 3 പിടി മണ്ണ് മാറിയിട്ട് اللهم ثبته عند السؤال والهمه الجواب اللهم جافر القبر عن جنبه. ഈ ദിക്ർ ഒരുപാട് ചൊല്ലിയിട്ട് അവസാനം പള്ളിയിലെ മുക്രിച്ച് വന്ന് തൽക്കീലും ചൊല്ലി ഇമാമിന്റെ നേതൃത്വത്തിൽ ഒരു യാസീനോദി ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കള് നമ്മളെ തനിച്ചാക്കിപ്പോരും. നമ്മുടെ വയറ്റിലൂടെ കൊണ്ടു നടന്ന മാതാക്കള് പോലും നമ്മളെ മറന്നു പോകും. അവസാനം പിതാവും നമ്മളെ തൊട്ട് പിരിഞ്ഞു പോരും. ആരാരുമില്ലാത്ത കാട്ടിന്റെ മണ്ണറയെ നമ്മൾ തനിച്ചാകും. അങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിൽ പിന്നെന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി മത്സര ബുദ്ധിയോടെ അവന്റെ മുമ്പിൽ ഞാൻ വലിയവനാണെന്ന് കാണിക്കാൻ പത്രാസിന്റെയും പണത്തിന്റെയും പേരിൽ നമ്മൾ പോരടിക്കുക? ആർക്ക് വേണ്ടിയാ മറ്റുള്ളവന്റെ കുറ്റം നമ്മൾ പറയുക? ഇന്ന് നമ്മുടെ കൂടെ ചിരിക്കാൻ ഒരുപാട് പേരുണ്ട്, പക്ഷേ നാളെ നമുക്ക് വേണ്ടി കരയാൻ ഒരു പക്ഷേ ആരുമുണ്ടാകില്ല. ഇന്ന് നമ്മളെ സ്നേഹിക്കാനും കയ്യിലിട്ട് താലോലിക്കാനും നമ്മളെ പണം കൊണ്ട് പിറകിൽ കയറാനും ഒരുപാട് ആളുകളുണ്ടാകാം.
പക്ഷേ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാ വെള്ളിയാഴ്ച ദിവസം പോലെ നമ്മളെ മക്കള് പോലും നമുക്ക് വേണ്ടി ഫാത്തിഹ ഓതാൻ മറന്നു പോകും. സുബ്ഹാനല്ലാഹ്. എന്തിനാ നമ്മുടെ ജീവിതം? എന്തിനാ? അല്ലാഹുവേ കാക്കണേ അല്ലാഹു നന്നായിട്ട് നല്ല സ്ഥലത്ത് വെച്ച് നല്ലതുപോലെ മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു ഖബർ ജീവിതം സുഖത്തിനും സന്തോഷത്തിനും റാഹത്തിനുമാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ലോകം കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. ഇതൊരു റിഹേഴ്സൽ മാത്രമാണ്. യഥാർത്ഥമായ ലോകം കടന്നു വരാനിരിക്കുന്നത് പരലോകത്താണ്. അല്ലാഹു വിശാലമാക്കി തരട്ടെ. അല്ലാഹു വിശാലമാക്കി തരട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാല, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, വൈലുൽ അഹ്ലിൽ മആസി മിൻ അഹ്ലിൽ ഖുബൂർ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വൈലുൽ അഹ്ലിൽ മആസി മിനൽ ഖുബൂർ. നാളെ അഹ്ലിൽ ഖുബൂർ, ഖബറിന്റെ ആളുകളിൽപ്പെട്ട തെറ്റ് ചെയ്തവർക്ക് എത്രയോ വലിയ നാശം. വൈലുൽ അഹ്ലിൽ മആസി, ഫാസിഖീങ്ങളായ തെറ്റ് ചെയ്ത തമ്മാടികളായ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്ന ആളെ ഖബറിൽ അവർക്ക് വല്ലാത്ത നാശമാണ്. തദ്ഖുലു അലൈഹിം ഫീ ഖുബൂരിഹിം ഹയ്യാത്തു സൂദിൻ ഔദു. അവരുടെ കബറിടത്തിലേക്ക് കറുകറുത്തിരുണ്ട ഒരുപാട് സർപ്പങ്ങൾ അവരുടെ മേൽ പ്രവേശിക്കുന്നത്രേ. ആ കബറിടത്തിലേക്ക് ഒരുപാട് സർപ്പങ്ങൾ. തദ്ഖുലു അലൈഹിം ഹയ്യാത്തു സൂദിൻ ഔ ദുഹുമിൻ. കറുകറുത്ത പാമ്പുകൾ കടന്നു വരുമത്രേ. ഹയ്യത്തുൻ ഇൻദ റഅസിഹി, ഒരു പാമ്പ് അവന്റെ തലയിലൂടെ കടന്നു വരും. വഹയ്യത്തുൻ ഇൻദ റിജ്ലൈഹി, വേറെ ഒരു പാമ്പ് അവന്റെ കാലിലൂടെയും കടന്നു വരും. യുകരിസാനിഹി ഹത്താ യൽതഖിയാ ഫീ വസതിഹി ഫദാലികൽ അദാബു ഫിൽ ബർസഖ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രണ്ട് പാമ്പും വന്നിട്ട് നടുവിൽ വെച്ചിട്ട് നമ്മളെ കാർന്ന് തിന്നുമത്ര. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഫദാലികൽ അദാബു ഫിൽ ബർസഖ്. അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബർസഖിലുള്ള ഏറ്റവും വലിയ ഭയാനകരമായ ലോകം. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. അതുകൊണ്ട് ജീവിതത്തിലൂടെ ഒന്ന് ആലോചിച്ച് ചെയ്യ് ചെറുപ്പക്കാരാ. എന്നും രാത്രി കൂരിട്ടുള്ള ബെഡ്റൂമിൽ നീയും നിന്റെ സഹധർമ്മിണിയും കൂടെ കിടന്നുറങ്ങുമ്പോ തൊട്ടപ്പുറത്തുള്ള അയൽവാസിയെ കുറിച്ച് കുറ്റം പറയുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ മറിമായങ്ങൾ പറഞ്ഞ് ഗീബത്തും നമീമത്തുമല്ല പറയേണ്ടത്. ഇന്ന് ഞാൻ ജീവിതത്തിൽ ഏതൊക്കെ നന്മ ചെയ്തു, ആരൊക്കെ ഗീബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, ആരൊക്കെ ഞാൻ ദേഷ്യം പിടിപ്പിച്ചു കുറ്റം പറഞ്ഞു, ആരൊക്കെ ഞാൻ അദാവത്തിന്റെ വശത്തിലൂടെ കൊണ്ടുപോയി പരതി അന്വേഷിച്ച് ജീവിതത്തെ നന്നാക്ക് ചെറുപ്പക്കാരാ. ഹസിബു ഖബ്ല അൻ തുഹാസബു വസിനു അഅമാലകും ഖബ്ല അൻ തുസരു. ഹാസിബു ഖബ്ല അൻ തുഹാസബു, വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യ്. വസിനു അഅമാലകും ഖബ്ല അൻ തുസനു, നിങ്ങൾ തൂക്കപ്പെടുന്നതിന് മുമ്പ്, മീസാൻ തുലാസിൽ തൂക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ അഅമാലുകൾ നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്ത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ മുഅ്മിനീങ്ങൾക്ക് ഒരു പച്ച പരവതാനിയുടെ സുഖലോലുപതയുടെ വിശാലമായ ലോകമാണ് ആറടി മണ്ണമെന്ന ഖബർ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളുടെ ഖബർ ലൈലത്തുൽ ബദർ, പൂർണ്ണനിലാവിന്റെ ചന്ദ്രമയുടെ ഓളിമ ശോഭ പോലെ, വർണ്ണ ശോഭ പോലെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിൽ മുഅ്മിനീങ്ങൾക്ക് അവരുടെ ഖബർ പ്രകാശിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു മനസ്സിലാക്കാൻ ബോധം തരട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ ബോധം തരട്ടെ. എന്നാൽ
കബറുണ്ടെന്നറിഞ്ഞിട്ട് കബറിന്റെ ഭയാനകത മനസ്സിലാക്കി നാളെ മരിച്ചുപോയാൽ ഞാൻ കടന്നു പോകാറുള്ളത് ഏകാന്തതയുടെയും പുഴുക്കളുടെയും സത്രങ്ങളുടെയും ഒരുപാട് സർപ്പങ്ങളുടെയും ലോകമായ ആരുടെ മണ്ണിനെ കാണുന്ന ബോധമില്ലാതെ ജീവിതം കടിച്ച അവനെ കാത്തിരിക്കുന്നത് മഴീശതന ഗംഗ ആരുടെ മണ്ണിന്റെ കൊടുക്കായ ഖബറാണ് അവനെ കാത്തിരിക്കാറുള്ളതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അതേതാത് ഖബറിന്റെ ഭയാനകതയാ അത് ഖബറിന്റെ ഭയാനകതയാ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു തദ്റൂന ഫീമാ ഉൻസിലത ഹാദിഹിൽ-ആയ ഫഇന്ന ലഹു മഈശതൻ വൻകാ ഫഇന്ന ലഹു മഈശതൻ വൻകാ തദ്റൂന മൻ മഈശതൻ വൻകാ എന്താ മഈശതൻ വൻകാ അഥവാ കുടുസായ ജീവിതം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് പറഞ്ഞു അല്ലാഹു റസൂൽ ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്താ അദാബുൽ കാഫിരി ഫീ ഖബരിഹി ഒരു കാഫിറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖബറിൽ കൊടുക്കുന്ന ശിക്ഷ ഏതാണെന്നറിയോ വല്ലദീ നഫ്സി ബിയദിഹി അല്ലാഹു തന്നെയാണ് സത്യം അന്നഹു യുസല്ലതു അലൈഹി 99 തിന്നീനാ അവന്റെ മേലെ 99 തിന്നീനുകൾ കടന്നു വരുമത്രേ അവന്റെ മുകളിലേക്ക് നാളെ കബറെടുപ്പിലേക്ക് ചെറുപ്പക്കാരാ ഒന്ന് ശ്രദ്ധിക്കുക ചെറുപ്പക്കാരാ 99 തിന്നീനുകൾ കടന്നു വരുമത്രേ അതോളം തിന്നീന് എന്താണ് തിന്നീനെന്നാൽ അറിയുമോ സോനമയ്യാ 99 സർപ്പങ്ങളാ ഇക്കുല്ല് കയ്യത്തിന് സബഅത്ത് റൂസ് ഓരോ പാമ്പുകൾക്കും 7 തലകളുണ്ടത്രേ ആ മയ്യത്തിന്റെ ശരീരത്തിനത് വിറങ്ങലിച്ച് ഓതുമത്രേ നാളെ പരലോകത്തേക്ക് എത്തുന്നത് വരെ അവനെ കടിച്ച് കീറിക്കൊണ്ടിരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ ബോധം തരട്ടെ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിരുന്നിട്ട് പിരിയാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹത്തായ ഒരു സദസ്സിലാണ് നാം ഇവിടെ നിലകൊള്ളുക മഹത്തായ മഹാരഥന്മാരായ അല്ലാഹുവിന്റെ സൂഫിയാക്കളായ ആലിമീങ്ങളായ ഔലിയാക്കളായ ഒട്ടനവധി കറാമത്തുകൾ കാണിച്ചു തരുന്ന മഹാരഥന്മാരുടെ സദസ്സിലാണ് നാം ഇവിടെ നിലകൊള്ളുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് നമ്മുടെ മക്കളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ മക്കളാണ് 21ാം നൂറ്റാണ്ടിൽ ഗ്ലോബൽ വില്ലേജ് പോലെ വിദൂര സാങ്കേതിക വിദ്യകൾ മുഴുവനും നമ്മൾ സ്വായത്തമാക്കി വിരൽത്തുമ്പിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ഈ വിരൽത്തുമ്പിൽ ഒതുങ്ങാത്ത ഒരേയൊരു ലോകം അത് നമ്മുടെ മക്കൾ മാത്രമാണ് അത് നമ്മുടെ മക്കള് മാത്രമാണ് അത് നമ്മുടെ മക്കള് മാത്രമാണ് ആ മക്കളെ നേരായ മാർഗത്തിലൂടെ കൊണ്ടു നടക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അവരെ നേരാവണ്ണം വളർത്താത്തുമ്പോഴാണ് അവരെ ഖുർആൻ പഠിപ്പിക്കാത്തുമ്പോഴാണ് അവരെ ഹദീസിന്റെ പാഠങ്ങൾ പഠിക്കാത്തുമ്പോഴാണ് അദ്ദിബു ഔലാദക്കും അലാ സലാസത്തി ഖിസാൽ കുഞ്ഞുമക്കൾക്ക് 3 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക നബിക്കും അതേപോലെ നിങ്ങളെ പ്രവാചകൻ മുത്തായ നബിയെ സ്നേഹിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക അഹ്ലി ബൈത്തിഹി അല്ലാഹുവിന്റെ പ്രവാചകന്റെ സാദാത്യങ്ങളായ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുക അവർ ഖുർആനോദാ പഠിപ്പിച്ചു കൊടുക്കുക ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അവരൊരിക്കലും നിങ്ങളെ കൊല്ലുകയില്ല അവര് നാളെ സുഖലോക സ്വർഗം വരെ നിങ്ങളെ കൈപിടിച്ചാനേക്കുക തന്നെ ചെയ്യും അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ ഈ വയറ്റിലൂടെ കടന്നു വന്ന ഒരു പൊന്നുമോനെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കൂ അവനെ ഹാഫിളാക്ക് പൊന്നുമ്മ വന്നരായ സയ്യിദുപ്പാപ്പമാരുടെയും ശുഹദാക്കളുടെയും ഈ സുന്ദരമായ അവർ മറവിട്ട് കിടക്കുന്ന ആത്മീയതയുടെ നിത്യചൈതന്യയുടെ മുഹൂർത്തങ്ങളിൽ വെച്ച് അല്ലാഹുവേ എന്റെ പൊന്നുമോനെ ഹാഫിളാക്കണേ അല്ലാഹ്
എന്ന് മനസ്സിരുത്തും ഹാഫിളാക്കണേ അല്ലാഹ്. പടച്ചവനെ, എന്നാലേ നാളെ പരലോകത്ത് ഞാൻ ചെല്ലുമ്പോ ഹാഫിളായ പൊന്നുമോനൊരു ചാരികസേരയിൽ ഇരിക്കുന്നുണ്ടാകും. ഹാഫിളായ പൊന്നുമോനൊരു ചാരികസേരയിൽ ഒരുപാട് പട്ടുപവിടമുത്തുകൾ പതിപ്പിച്ചു വെച്ച സ്വർണത്തിന്റെ ചാരികസേരയിൽ ഹാഫിളായ പൊന്നുമോനിരിക്കുമത്രേ. ആ പൊന്നുമോന്റെ വലത്തെ ഭാഗത്ത് അവന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടാകുമത്രേ. ആ പൊന്നുമോന്റെ ഇടത്തെ ഭാഗത്ത് അവന്റെ പിതാവുമുണ്ടാകുമത്രേ. അവന്റെ ഉമ്മയുടെ കുടുംബത്തിൽ നിന്നും വാപ്പയുടെ കുടുംബത്തിൽ നിന്നും നരകനിർബന്ധമായ സുവലോക സ്വർഗത്തിലേക്ക് ടിക്കറ്റ് ലഭിച്ചവരല്ല. നരകനിർബന്ധമായ 40 ആളുകളെ നരകനിർബന്ധമായ 40 ആളുകളെ ഈ ഹാഫിളായ പൊന്നുമോന് ശഫാഅത്ത് കൊടുക്കാൻ അല്ലാഹു അധികാരം കൊടുക്കുമത്രേ. നരകനിർബന്ധമായ 40 ആളുകളെ നരകത്തിൽ നിന്ന് സുവലോക സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കാൻ ഹാഫിളായ പൊന്നുമക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന സൗഭാഗ്യമാ. ഉപ്പ മനസ്സിലാക്ക്, 40 ഉമ്മയുടെ കുടുംബത്തിൽ നിന്ന് 40 ആളുകളെയും ഇരുത്തും, വാപ്പയുടെ കുടുംബത്തിൽ നിന്ന് 40 ആളുകളെ അപ്പുറത്ത് വരുത്തും. നമ്മുടെ കൽവിന്റെ കഷ്ടമായ ഹൃദയത്തിന്റെ കണ്ണിലുണ്ണിയായ താജ്ദാരെ നബി മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർണ്ണ ചഷകത്തിലെ ഹൗദുൽ കൗസർ വാരിക്കോരി വന്നിട്ട് ഹാഫിദിന്റെ കയ്യിൽ കൊടുക്കുമത്രേ. ഹാഫിദ വെള്ളം കുടിച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിനും വാപ്പാക്കും അതേപോലെ ആ 40 ആളുകൾക്കും വിതരണം ചെയ്ത് അല്ലാഹുവിന്റെ റസൂലിനെ മുമ്പിൽ നിർത്തി ആ പ്രവാചകന്റെ പിന്നിലായിട്ട് റഹ്മത്തിന്റെ പതാക ചുവട്ടിലായി ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകൾ ചിറക് വിടർത്തുന്നത് പോലെ ഹാഫിളായ പൊന്നുമോൻ ഉമ്മായുടെയും വാപ്പായുടെയും 40 ആളുകളെയും വഹിച്ചിട്ട് സുവലോക സ്വർഗത്തിലൂടെ പറന്ന് ഉല്ലസിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉമ്മ മനസ്സിൽ സ്വപ്നം കാണ്. എന്റെ പൊന്നുമോനെ കൊണ്ട് മുത്തായ നബിയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണ ചഷകത്തിന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിച്ച് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലെല്ലാം രക്ഷപ്പെട്ട് എന്റെ പൊന്നുമോനെ കൈപിടിച്ച് സിറാത്ത് കാലം മിന്നൽ വേഗതയിൽ കടന്ന് സുബലോക സ്വർഗത്തിലേക്ക് എത്തുന്ന പൊന്നുമോനെ ഹാഫിളാക്കുമ്മ ഖുർആനിന്റെ 6666 ആയത്തുകൾ പഠിപ്പിച്ചു കൊടുക്കൂ. ഈ നാട്ടിൽ തന്നെ തുടങ്ങൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം. അത് നിങ്ങൾ പള്ളിയിൽ വെച്ച് തുടങ്ങിയാലും മതി, ഇൻഷാ അല്ലാഹ്. അത് അവിടെ മറവിട്ട് കിടക്കുന്ന ഒരുപാട് സയ്യിദ് പാപ്പമാരോടും ശുഹദാക്കളോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ബാധ്യതയാണ്, പ്രതിഫലമാണത്. 24 മണിക്കൂറും ആ ഉപ്പാപ്പമാരുടെയും ശുഹദാക്കളുടെയും ഖബറിടത്തിലേക്ക് ഖുർആൻ ഓതുന്ന ഒരു ഹിഫ്ള് കോളേജ് നിങ്ങളെ നാട്ടിൽ തുടങ്ങും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന് 3-4 കെട്ടിടങ്ങളൊന്നും വേണമെന്നില്ല. ഈ പള്ളിയിൽ ഒരു ഭാഗത്തേക്ക് ബെഡ്റൂം ആക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു 10 മക്കൾ ഒരു ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. 10 മക്കൾക്ക് ഇൻഷാ അല്ലാഹ് ഈ മഹാരഥന്മാർ നിങ്ങളെ സഹായിക്കും. അത് ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ ഈ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ ഇവിടുത്തെ ഒരുപാട് സാദാത്യങ്ങളായ ബഹുമാനപ്പെട്ട തക്കന്മാർ എന്നോട് പറഞ്ഞു, ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്ന വലിയൊരു സദസ്സാണ്, വലിയ ഒരു മഹല്ലാണിത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുകൾ പോലും ഈ ആണ്ട് നേർച്ചയിലേക്ക് പോത്തിനെ സംഭാവന ചെയ്തു. വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുകൾ പോത്തിനെ സംഭാവന ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം രോഗം ശിഫയായിട്ട് ഡോക്ടർമാരെ കൈയൊടിഞ്ഞതുപോലും രോഗശമനം കിട്ടിയിട്ട് ഒരുപക്ഷെ ഈ സദസ്സിലിരിക്കുന്നവരുണ്ടാകാം.
ഒരുപാട് അത്ഭുതം സംഭവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരട്ടെ. നമ്മുടെ നാടിനൊരു ഐശ്വര്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓണംപുള്ളി സയ്യിദ് ഉപ്പാപ്പമാരുടെയും ശുഹദാക്കളുടെയും നാമധേയത്തിൽ ഒരു ഹിഫ്ള് കോളേജ് മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്ന, അവർ 6666 ആയത്തുകൾ പഠിപ്പിച്ച് അല്ലാഹുവിന്റെ ആലിമീങ്ങളാക്കുന്ന ഒരു സ്ഥാപനം നിങ്ങൾ പണിയുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനേക്കാൾ വലിയ ഭാഗ്യല്ല ഒരു നാട്ടിൽ ഖുർആൻ ഓതുന്ന ഒരു മോനുണ്ടായ, ഒരു നാട്ടിലെ ഹാഫിളായ ഒരു പുണ്യമോനുണ്ടായാൽ മതി. അവൻ ഖുർആൻ ഓതിക്കഴിഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാണ്ട് 10 ദിവസത്തോളം ആ നാടിനെ മുഴുവനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും അല്ലാഹു രക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലൊരു തീരുമാനമെടുക്ക്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.